ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് പോകണം. ഞാൻ ആന്ധ്രയിലായിരുന്നു 3 മാസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വിചാരിച്ച ഒരു ലോങ് വീഡിയോ ആയിട്ട് എന്നെ അങ്ങ് എടുത്തേക്കാണ് സംഭവം. ഞാൻ ആക്ച്വലി ഓണത്തിന് പോകാനായിട്ട് ഇരുന്നത്, പക്ഷേ എനിക്ക് കുറച്ച് എമർജൻസി കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഇന്ന് പോവുകയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 17. ഓക്കെ ഗായ്സ്, എനിക്ക് ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയ്യായിക വല്ലതും വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, ഞാൻ ഇതിനകത്ത് എമർജൻസി കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല ഗായ്സ്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയത് എഡിറ്റ് ചെയ്യാനായിട്ട്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഹെൽത്തിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം ഞാൻ ഈ വീഡിയോ ഇടാൻ നല്ല ലേറ്റായി ഗായ്സ്. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് യാത്രയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഞങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് അവിടുത്തെ എയർപോർട്ടിലേക്ക്, വിശാഖപട്ടണം എയർപോർട്ടിലാണ് ഗൈസ് ചെന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അവിടുന്ന് ചെന്നൈ, പിന്നെ അവിടുന്ന് കൊച്ചിയിലോട്ട്. എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പം ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ട് ചൂസ് ചെയ്യുന്നത് വേറെ ഒന്നും കണ്ടല്ലോ, 1.5 മാസം ആയിട്ടുള്ളായിരുന്നു. മാത്രമല്ല അവിടെ എല്ലാം പണി നടക്കുമായതുകൊണ്ടും റോഡ് മൊത്തത്തിൽ കുളമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് കൊച്ചി ചൂസ് ചെയ്തത്. അപ്പോൾ അതുവഴി നല്ല റോഡ് നോക്കി തന്നെയാണ് വന്നതും. എയർപോർട്ടിലെത്തി ഗൈസ്. എയർപോർട്ടിലെത്തിയിട്ട് ഇതാ ബോർഡിംഗ് പാസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. ആക്ച്വലി വീഡിയോ എടുക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് ഒരു മൂടും ഇല്ലാതിരിക്കുമായിരുന്നു ഗൈസ് ഞാൻ. പിന്നെ ഇതൊക്കെ ഞാനും ചേട്ടനും കൂടെ ഉള്ള ഒരു ലാസ്റ്റ് മെമ്മറീസാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള. ഇനി ഞങ്ങൾക്കിടയിലേക്ക് ഒരാളും കൂടെ വരാൻ പോവുകയാണല്ലോ. അപ്പം ഇത് ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചതിനേക്കാളും നേരത്തെയാണ് എയർപോർട്ടിലെത്തിയത്. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ സമയത്തിന് നേരത്തെ ചെന്ന് അവിടെ വെറുതെ കുത്തിരിക്കുക എന്നുള്ള സ്ഥിര പരിപാടിയാണ്. അപ്പം എന്തായാലും വിശക്കും. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേട്ടൻ ആപ്പിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്ത്. അതേപോലെ കേക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ കഴിച്ചിട്ട് അവിടെ കുത്തിയിരുന്നു. കുറേ നേരം അവിടെ വെറുതെ കുത്തിയിരുന്നു ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. For takeoff and landing, personal electronic devices must be only used in flight mode. For cabin. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയാവുകയാണ് ഗൈസ്. മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ നല്ല അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളറിലൊക്കെയാണ് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേസ്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് 1.5 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അവിടെ നിൽക്കാനും വയ്യ. എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വരണം എന്നൊരു മൈൻഡായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നാട്ടിലോട്ട് പോകാമെന്നങ്ങ് തീരുമാനിച്ചത്. സാധാരണ എല്ലാവരും 3 മാസം കഴിഞ്ഞാൽ യാത്ര ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ് ഗൈസ്. അപ്പം ചെന്നൈ എയർപോർട്ട് വന്നു. അവിടുന്ന് കുറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, ഞാൻ ചെന്നൈ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡ് കഴിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ഫുഡ് എവിടെ നിന്ന് മേടിക്കണം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചേട്ടൻ അതുകൊണ്ട് നേരത്തെ ഓടി. ഞാൻ പയ്യെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ടേസ്റ്റിലുള്ള ദോശ സാമ്പാറൊക്കെ തിന്നുന്നത്. അവിടെ ഞാൻ വിശാഖപട്ടണത്ത് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഒന്നും വരത്തില്ല. പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയും കഴിക്കും. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ വന്ന് കയറി ഗൈസ്. നിങ്ങൾ എറണാകുളത്തോട്ട് പോവുകയാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അതേപോലെ തന്നെ എനിക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു.
ഫൈനലി ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ ഞങ്ങൾ ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ലഗേജും വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ കളക്ട് ചെയ്തത് പുറത്തുനിന്ന് പഴംപൊരിയൊക്കെ മേടിച്ചിരിക്കുന്നു. പഴംപൊരിയൊക്കെ കഴിച്ച കാലം ഞാൻ പറഞ്ഞു. ഇപ്പോഴും കുറേ നാൾക്ക് ശേഷമാണ് എനിക്കിതൊക്കെ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം അവിടെ കുത്തിയിരുന്നു. കാരണം വീട്ടുകാർ വിളിക്കാൻ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് എത്തി. അവർ കൊല്ലത്തുനിന്ന് ഇങ്ങെത്താനായിട്ട് കുറച്ച് സമയമെടുത്തു. അങ്ങനെ അവിടെ കുറേ നേരമായി നോക്കി ഇരിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനിടയിൽ അതായത് വീട്ടുകാർ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വീട്ടിലോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആയി. ഞങ്ങൾ ഒരു 6 മണിക്കൂർ എടുത്താണ് വീട്ടിലെത്തിയത്. കാരണം 12 മണിക്കാണ് ഇവർ വന്നത്. രാവിലെ ഒരു 6 മണിയായി വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും. കാരണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ പയ്യല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പയ്യെ നിന്ന് ഇറങ്ങി ക്ഷീണമൊക്കെ മാറ്റി പയ്യാണ് പോയത്. പിന്നെ ഞാൻ ഈ വീഡിയോ എപ്പോഴും എടുക്കാനായിട്ട് മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ട്രാവൽ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.